ഹലോ. അപ്പോൾ വീഡിയോ ചെയ്യാൻ സ്വല്പം താമസിച്ചു, കുറച്ച് തിരക്കുകൾ കാരണം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഒരു സംഭവം, ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് പറയാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് എന്ന് വെച്ചാൽ അതിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നെപ്പോലെ ചിന്തിക്കുന്നവർക്ക് ചിലപ്പോൾ അത് തോന്നിയേക്കാം. ബട്ട് സാധാരണ അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇതൊരു സ്ഥിരം കാഴ്ചയായിട്ട് ചിലപ്പോൾ അനുഭവപ്പെടുന്നുണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊക്കെ താമസിക്കുന്ന നാട്ടുംപുറത്താണ്. നാട്ടുംപുറം എന്ന് വെച്ചാൽ വെള്ളറുടെ ചൂണ്ടിക്കൽ ഭാഗത്താണ്. ഇപ്പോഴും വലിയ പരിഷ്കാരവും ഭയങ്കരമായിട്ടുള്ള അതൊന്നും ഇല്ലാത്തൊരു നാട്ടുംപുറം തന്നെയാണ് ഇത്. എനിക്ക് സത്യത്തിൽ അങ്ങനെയുള്ള നാട്ടുംപുറവും നാടൻ ശീലങ്ങളും ഒക്കെ ഉള്ള വ്യക്തി ആയതുകൊണ്ട് തീരെ പച്ച പരിഷ്കാരിയായിട്ട് ചിന്തിക്കുന്ന ഒരു മനസ്സൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ വളരെ ഓർത്തഡോക്സ് മൈൻഡുള്ള ഒരാളാണ്. പലപ്പോഴും വളരെ ട്രെൻഡി ആയിട്ടൊക്കെ നമുക്ക് പുറത്തങ്ങനെ അഭിനയിക്കാറില്ല. എങ്കിൽ പോലും പല കാര്യങ്ങളും നമുക്ക് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് ചിന്തിക്കുന്ന പഴയ മെത്തേഡ്സൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയത്. അപ്പം ഞാൻ പറയാം. അതായത് ഞാൻ ഈ ചൂണ്ടിക്കൽ ജംഗ്ഷനിൽ നിന്ന് ബസ്സിൽ കയറി, തമിഴ്നാട് ബസ്സാണ്. പോകുമ്പോഴത്തേക്കും ഒരു അമ്മൂമ്മയും കൊച്ചുമോളും കയറി. കൊച്ചിന് ഒരു 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിനകത്തൊക്കെ ഉള്ള പ്രായമേ വരുള്ളൂ. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പനിച്ചമൂട് എന്നൊരു സ്ഥലമുണ്ട്. പനിച്ചമൂട് സ്റ്റോപ്പായപ്പോഴത്തേക്കും അമ്മൂമ്മ ഇറങ്ങി. അപ്പോൾ ഈ കൊച്ചാണുള്ളത്. ഈ ബസ്സിൻ്റെ പേര് വേണമെങ്കിൽ പറയാം, ചെമ്പകത്തരിശ് എന്നുള്ളൊരു ബസ്സുണ്ട്. അത് മഞ്ഞാലിമൂട് വഴി പോകുന്ന ബസ്സാണ്. അപ്പോൾ അതിലാണ് ഞാൻ സ്ഥിരം എൻ്റെ റൂറൽ സെൻറ്ററിലൊക്കെ പോകുന്നത്. അന്നേരം ഈ കൊച്ചെന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി എണീറ്റ് അതിൻ്റെ ഒരു ഓവർ കോട്ട് പോലെ ലെങ്തി ആയിട്ടൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ ഇങ്ങനെ ഊരിക്കളയല്ല, ഒരു കവറിനകത്ത് ഇങ്ങനെ കുത്തി വെച്ചേക്കുക. എന്നിട്ട് നോക്കിയപ്പോൾ കാണാമല്ലോ, സാധാരണ പെറ്റിക്കോട്ടില്ലേ നമ്മൾ ഉള്ളിലിടുന്ന കൊച്ചു പിള്ളേർക്കൊക്കെ നമ്മൾ, അതെ, ഫുൾ ലെങ്ത് അല്ല, അത് നമ്മൾ ഈ തൈസ് വരെ വരുള്ളൂ. അങ്ങനെ ഒരെണ്ണം അതിനകത്ത് കിടപ്പുണ്ട്. അത് ചിലപ്പോൾ ഈ ഓൺലൈനിൽ വാങ്ങിയതൊക്കെ ആയിരിക്കും. ഒരു കൂറ സാധനം അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു ക്വാളിറ്റി ഉള്ള സ്റ്റഫ് ഒന്നും അല്ല. അത് വളരെ നൈസായിട്ടുള്ള ഒരു മെറ്റീരിയലിൽ കൈ സ്ലീവ്ലെസ് ആയിട്ടുള്ളത്. അതും ഭയങ്കര ലോ നെക്കും ഈ തൈസ് വരെ പോലും വരുന്നില്ല. അത്ര ഷോർട്ട്, ഉള്ളിൽ ചിലപ്പോൾ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ എനിക്ക്. സത്യം പറഞ്ഞാൽ കണ്ടാൽ പിന്നെ നോക്കാൻ തോന്നത്തില്ല. ഒരുമാതിരിപ്പെട്ട ഒരു, എന്താ പറയുന്നത്, അങ്ങനെ ഒരു ബോധമുള്ളവർക്കേ. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് നല്ല പ്രായത്തിൽ കൂടുതൽ ശരീര വളർച്ചയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഇത് ഇടുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഭയങ്കര വൃത്തികേടെന്ന് പറഞ്ഞാൽ, ചെന്നൈയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ പോലും ഇത്രയും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഉള്ള വേഷമൊക്കെ. അപ്പോൾ ഇപ്പോഴിതൊക്കെ സ്വാഭാവികമായിട്ടും ചെന്നൈ പോലുള്ളൊരു നഗരത്തിലോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോ ഒക്കെ കാണുമായിരിക്കും. പക്ഷേ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഈ വെള്ളറുടയിൽ ഈ പനിച്ചമൂട് ഒരു കുട്ടി ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോഴേ, അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ വന്ന മാറ്റം, സത്യം പറഞ്ഞാൽ ഒരിക്കൽ അതിലുള്ള ജെൻസ് ആവട്ടെ കണ്ടക്ടർ ആവട്ടെ എല്ലാവരും അങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വളരെ വൃത്തികെട്ട, അത്രയും വൾഗറായിട്ടുള്ളൊരു വേഷം, തീരെ ലെങ്ത് ഇല്ലാത്ത ഒരു കുഞ്ഞ് പെറ്റിക്കോട്ടാണ് അത് ഇട്ടിരിക്കുന്നത്. അത് മാത്രമല്ല പർപ്പസ്ഫുള്ളി അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്ര വൾഗറാണ്, ഭയങ്കര വൃത്തിയായിട്ട് നമുക്ക് പെണ്ണുങ്ങൾക്ക്